പ്രശ്നന്മാരെ നമുക്കിന്നൊരു വെറൈറ്റി ബീഫ് കറി ഉണ്ടാക്കിയാലോ. ഇത് ബീഫ് മപ്പാസാണ്, പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ചേർത്ത് നല്ല പച്ച കുരുമുളക് കിട്ടി. അപ്പോൾ അത് മിക്സ് ചെയ്ത് അത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അടിച്ച് ചതച്ച് ചേർത്തിട്ട് നല്ല കരിവേപ്പില, കുനുകുന അരിഞ്ഞ സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഞവടി മിക്സ് ചെയ്തു. എന്നിട്ട് ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്ത സ്പൈസസ് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പൈസസ് ചേർക്കാം. ബിക്കോസ് അതാണ് അങ്ങനെയാണ് സോ ദ റെസിപ്പി. പിന്നെ ടെൻഡറൈസ് ആക്കാൻ വേണ്ടി ബീഫ് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വിനിഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പൈസസ് കുറച്ച് ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ബീഫൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ബീഫ് മനസ്സിലായി. അത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് നമ്മളെ സ്റ്റാർ ഓഫ് ദ ഷോ എത്തി. ഇതാണ് കോക്കനട്ട് 1-ാം പാല്. അത് മമ്മിയാണ് ശരിയാക്കി തന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അത് ഇട്ടിട്ട് ഞാൻ ഒരു 5-6 വിസിലടിച്ചു. കാരണം ഇവിടുത്തെ ബീഫൊക്കെ ഒന്ന് ടെൻഡറൈസ് വരാൻ സമയമെടുക്കും. അങ്ങനെ അത് ഓപ്പൺ ആയിട്ട് വറ്റിച്ചങ്ങെടുത്തു. എന്നിട്ട് നല്ല കട്ടി പാല് ചേർത്തു. എന്നിട്ട് തടുക്കാം. ഇതിൽ ഉലുവ, കരിവേപ്പില, കൊച്ചുള്ളി, ഇതും അടിച്ചു മാറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി അങ്ങ് ഉണ്ടാക്കി. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള നല്ല അടിച്ച പൊറോട്ട വാങ്ങിച്ചു. അതും വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല കോക്കും ഒഴിച്ചു പൊറോട്ടയും ബീഫും കൂടെ ചേർത്ത് അടിച്ചു.